ഒരുത്തൻ ഓടി നടന്ന കുറെ ആളുകളെ വെടിവെക്കുന്നു, എന്നിട്ട് അവനും സ്വയം മരിക്കുന്നു. ഈ അമേരിക്കയുടെ ഒരു ചരിത്രം എടുത്ത് നോക്കിയാൽ അവിടെ ഈ വെടിവെയ്പ്പും ഈ ആളുകളെ കൊല്ലുന്നതൊന്നും വലിയ വിഷയമൊന്നും അല്ല അവർക്ക്. നിയമമൊക്കെ കർശനമാണെങ്കിൽ പോലും ഈ സ്കൂളുകളിൽ കുട്ടികൾ തോക്കുകൊണ്ടുന്ന അധ്യാപകരെ വെടിവെച്ച് കൊല്ലുന്നു, അധ്യാപകർ കുട്ടികളെ വെടിവെച്ച് കൊല്ലുന്നു, അച്ഛൻ അമ്മയെ വെടിവെച്ച് കൊല്ലുന്നു, മക്കൾ അച്ഛനെ അമ്മയെ വെടിവെച്ച് കൊല്ലുന്നു. ഇങ്ങനെ നിരന്തരം ഇങ്ങനെ ഈ കൊല ഒരു ഇതായിട്ട് അവർക്ക് അങ്ങ് മാറിയിരിക്കുകയാണ്. എന്താണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്? ഇപ്പോൾ സംഭവം നടന്നിരിക്കുന്നത് ന്യൂയോർക്കിലാണ്. അമേരിക്കയിലെ ഏറ്റവും തിരക്കേറിയ, ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള അല്ലെങ്കിൽ ഏറ്റവും വലിയ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ കേന്ദ്രീകരിച്ചിരിക്കുന്ന സ്ഥലം ന്യൂയോർക്കാണ്. അപ്പോൾ അവിടെ ഒരു 44 നില കെട്ടിടം, അതിൻ്റെ പേര് പാർക്ക് അവന്യൂ എന്ന് പറയുന്ന ഒരു കെട്ടിടം. അവിടെ ആ കെട്ടിടത്തിൽ ഒരു ചില ബാങ്കുകളുടെ ഹെഡ് ക്വാർട്ടേഴ്സ് പ്രവർത്തിക്കുന്നുണ്ട്, ചില ബിസിനസ് സ്ഥാപനങ്ങളുടെ ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു തിരക്കേറിയ ഒരു കെട്ടിടമാണ്. അവിടെ ഇന്നലെ വൈകിട്ട്, അവിടുത്തെ പ്രാദേശിക സമയം വൈകിട്ട് 6:45 ആദ്യത്തെ വെടി പൊട്ടിയത്. ഇത് ചെയ്തയാളുടെ പേര് ഷെയ്ൻ തമൂറ എന്ന് പറയുന്ന ഒരു കക്ഷിയാണ്. ഒരു 27 വയസ്സുള്ള ഒരു കറുത്ത വർഗ്ഗക്കാരൻ. ഇദ്ദേഹം അതിൻ്റെ CCTV ഫുട്ടേജുകളൊക്കെ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഒരു തോക്ക് ഏന്തി ഇയാൾ ഒരു ബുള്ളറ്റ് പ്രൂഫ് അകത്ത് ധരിച്ചിട്ടുണ്ട്. നേരെ വന്നിട്ട് ഈ പാർക്ക് അവന്യൂവിൻ്റെ ലോബിയിൽ ചെല്ലുമ്പോൾ ഇയാൾ തോക്ക് ഏന്തി വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ പോലീസ് സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ട്. ഇയാൾ വരുന്ന കണ്ട് അവിടെ ഒരു ഏറ്റുമുട്ടലുണ്ടായി. അങ്ങനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഇയാൾ വെടിവെച്ച് കൊന്നു അവിടെ വെച്ച് തന്നെ. കഴിഞ്ഞില്ല, അവിടെ തന്നെ ഉള്ള ഒരു സ്ത്രീക്ക് നേരെ ഒരു പുരുഷന് നേരെയും വെടിയുതിർത്തു. ഈ പുരുഷൻ അവിടുത്തെ ഒരു സെക്യൂരിറ്റി ഗാർഡാണ്. ഇയാൾ അവിടെ ഈ ഇതുണ്ടാവുമല്ലോ, റിസപ്ഷൻ്റെ കൗണ്ടർ പോലെയൊക്കെ ഉണ്ടാവുമല്ലോ, അതിൻ്റെ പുറകിൽ പതുങ്ങിയിരുന്നതാണ് ഈ ആക്രമിക്കപ്പെടാതിരിക്കും. പക്ഷേ ഇയാൾ വെടിവെച്ച് കൊന്നു. എന്നിട്ടും ഇയാളുടെ കരി തീർന്നില്ല. ഇയാൾ നേരെ 33ാമത് നിലയിലേക്ക് പോയി. 44 നില കെട്ടിടത്തിലെ 33ാമത് നിലയിലേക്ക് പോയി. എന്നിട്ട് അവിടെയും ഒരാളെ വെടിവെച്ചു. അതുകൊണ്ട് അയാളുടെ കരി തീരാനായിട്ട് അവിടെ മുഴുവൻ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെടിവെച്ച് നടന്നു. പക്ഷെ വേറെ ആർക്കും പരിക്കില്ല. മൊത്തം 5 പേർക്ക് വെടിയേറ്റിട്ടുണ്ടെന്നാണ് പോലീസിൻ്റെ റിപ്പോർട്ട്. അതിൽ 4 പേര് ഇയാളടക്കം, അതായത് ഈ ആക്രമണം നടത്തിയ ഇയാളടക്കം 4 പേര് മരിച്ചു. അത് ഇയാൾ ഒരു മാനസിക രോഗിയാണെന്നാണ് സൂചന വരുന്നത്. 27 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഇയാൾ ഒരു കാറിലാണ് അവിടെ വന്നിറങ്ങിയത്. പിന്നീട് പോലീസ് അവിടെ നിരീക്ഷിച്ചപ്പോൾ ഒരു കാറിലാണ് വന്നിറങ്ങിയതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ കാറിൽ പരിശോധിച്ചപ്പോൾ പോലീസിന് ഞെട്ടിക്കുന്ന ചില സംഗതികളാണ് കിട്ടിയത്. കാര്യം ഇയാൾ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവാണ്. ആ ലൈസൻസ് എക്സ്പയർ ആയതാണ്. ഇയാൾക്ക് ഒരു തോക്ക് ലൈസൻസ് ഉണ്ട്. ആ തോക്ക് ലൈസൻസിൻ്റെ കാലാവധി 2027 വരെയുള്ള ഇതുണ്ട്. പിന്നെയാണ് സംഗതി മനസ്സിലാകുന്നത്, ഇയാൾ സ്ഥിരമായി മാനസിക രോഗത്തിന് മരുന്ന് കഴിക്കുന്നയാളാണ്. അപ്പോൾ അതിൻ്റെ കുറിപ്പടിയും മറ്റു കാര്യങ്ങളുമൊക്കെ ആ വണ്ടിയിൽ നിന്ന് കിട്ടി. അപ്പോൾ ഇയാളൊരു മാനസിക രോഗിയാണെന്നുള്ള കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇനി എന്തിൻ്റെ പേരിലാണ്, അതായത് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക സമ്മർദ്ദം ഉണ്ടായതിൻ്റെ പേരിലായിരിക്കുമല്ലോ ഇത് ചെയ്തത്. എന്തിൻ്റെ പേരിലാണ് ഇയാളിത് ചെയ്തത് എന്നുള്ളത് പോലീസിന് ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ഏതെങ്കിലും തരത്തിലുള്ള ഭീകര ആക്രമണമാണോ, അത്തരം സാധ്യതകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. അടിസ്ഥാനപരമായി ഇയാളൊരു മാനസിക രോഗിയാണ്. ആ മാനസിക പിരിമുറുക്കത്തിൽ ഇയാൾ ചെയ്തതാണ് എന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. അതുമാത്രമല്ല, ഇയാൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഇയാളൊരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആണെന്ന്. അതിൻ്റെ ലൈസൻസ് എക്സ്പയർ ആയി. ഇയാൾ സമീപകാലത്ത് ഇയാളൊരു ലാസ് വെഗാസ് എന്ന് പറയുന്ന ആ നാട്ടിൽ നിന്നുള്ളതാണ്. അവിടെ ഒരു സെക്യൂരിറ്റി ഗാർഡായിട്ടാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അതുമാത്രമല്ല, ഇയാളൊരു കായിക താരം കൂടിയാണ്. ഈ ഫുട്ബോൾ എന്ന് പറയും, നമ്മുടെ ഈ നാട്ടിൽ നടക്കുന്ന ഫുട്ബോളല്ല, അമേരിക്കൻ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഈ റഗ്ബിക്ക് സമാനമായ ഒരു സംഗതിയാണ്. അതിലൊരു കളിക്കാരൻ കൂടിയാണ്. അപ്പോൾ ആ നിലയിൽ വന്ന ഒരു 27 വയസ്സുള്ള ചെറുപ്പക്കാരനാണ് ഈ ആക്രമണം നടത്തിയത്. അപ്പോൾ ഇനി എന്താണ് ഈ അമേരിക്കയിൽ ഇങ്ങനെ സ്ഥിരം ഈ നമ്മൾ മിക്കവാറും മാസത്തിൽ 1-2 കേസുകൾ ഇങ്ങനെ ഉണ്ടാകും. ചിലതൊക്കെ ദാരുണമായ സംഭവങ്ങളായിരിക്കും. ഏതെങ്കിലും സ്കൂൾ വിദ്യാർത്ഥി സഹപാഠികളെയൊക്കെ വെടിവെച്ച് കൊന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഷോപ്പിംഗ് മാളിൽ വെടിവെച്ച് കൊന്നത്. ഇത്തരം വാർത്തകൾ അമേരിക്കയെ സംബന്ധിച്ച് പുതുമയുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ അത് എന്തുകൊണ്ട് അമേരിക്കയിൽ ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അവിടുത്തെ നിയമങ്ങളിലെ കർക്കശ്യമില്ലായ്മയാണ് അതിന് കാരണം. അവിടെ ഈ ഗൺ ലൈസൻസ് കിട്ടുക എന്ന് പറഞ്ഞാൽ നടപടിക്രമങ്ങളൊക്കെ വളരെ എളുപ്പമാണ്. അതായത് അമേരിക്ക എന്ന് പറയുന്നത് അതിസമ്പന്നന്മാരുടെ, അധികവും സമ്പന്നതയിൽ ജീവിക്കുന്ന ആൾക്കാരുടെ ഒരു കൂട്ടമാണ് അമേരിക്കൻ ജനത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ തോക്ക് വാങ്ങുന്നത് 2 ഉദ്ദേശത്തിനാണ്. ഒന്ന്, ആഡംബരത്തിന് വേണ്ടിയിട്ട്. അതായത് നമ്മളൊക്കെ ചില വാഹനങ്ങളൊക്കെ വീട്ടിൽ മേടിച്ച് പാർക്ക് ചെയ്യുമല്ലോ ആഡംബരത്തിൻ്റെ പേരിൽ. അതേപോലെ അത്യന്താധുനിക തോക്കുകൾ വാങ്ങുന്നത് ഒരു ആഡംബരത്തിൻ്റെ, ധനാഢ്യതയുടെ ലക്ഷണമായിട്ട് കരുതുന്നവരുണ്ട്. അപ്പോൾ ഒരു വീട്ടിൽ തന്നെ അത്തരത്തിൽ 4-5 തരം തോക്കുകൾ, ലക്ഷങ്ങൾ വിലയുള്ള തോക്കുകൾ വാങ്ങി കൂട്ടുന്ന അവരുടെ പ്രസ്റ്റീജ് സിമ്പിളായിട്ട് തോക്കുകൾ വാങ്ങി വെക്കുന്നവരുണ്ട്. കൂടാതെ
അവിടെ ഈ സമ്പത്തുള്ളത് കൊണ്ട് തന്നെ കൊള്ളയും കൊലയും സ്വാഭാവികമായി ഉണ്ടാവില്ല. അപ്പോൾ ഒരു സുരക്ഷയുടെ ഭാഗമായിട്ട് തോക്ക് വാങ്ങി വെക്കുന്നവരും ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ളൊരു മാനസിക പിരിമുറുക്കം ഉണ്ടായാൽ, ഇപ്പം നമ്മുടെ നാട്ടിൽ പരസ്പരം ഈ എന്തെങ്കിലും ഒരു വഴക്കോ ഉണ്ടാകുമ്പോൾ പരസ്പരം ആക്രമിക്കുന്നത് സ്വാഭാവികമായി നടക്കാറുണ്ട്. കൈ കിട്ടുന്നത് വെച്ച് ആക്രമിക്കുക. അവരുടെ നാട്ടിൽ കൈ കിട്ടുന്നത് തോക്കാണ്. കാര്യം അത്രയ്ക്ക് സുലഭമായി ഈ സാധനമുണ്ട്. അത് മാത്രമല്ല, കണക്ക് പ്രകാരം അവിടെ അമേരിക്കയിൽ മൊത്തം 50 സ്റ്റേറ്റുകളാണുള്ളത്, അതായത് സംസ്ഥാനങ്ങൾ. ഇത് കേന്ദ്രീകൃതമായ ഒരു നിയമമില്ല അമേരിക്കയിൽ. ഈ തോക്ക് ലൈസൻസ് കൊടുക്കുന്നത് സംബന്ധിച്ച് അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നത് സംബന്ധിച്ച് കേന്ദ്രീകൃതമായ അമേരിക്കയ്ക്ക് മൊത്തത്തിലൊരു നിയമമില്ല. ഈ ഓരോ സ്റ്റേറ്റുകളും പ്രത്യേകം തയ്യാറാക്കിയ നിയമങ്ങളാണ്. അപ്പോൾ അത് അവരവരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് അതിൽ ചില ഏറ്റക്കുറച്ചിലുകളുണ്ട് ഈ തോക്ക് ലൈസൻസ് നൽകുന്നത് സംബന്ധിച്ച്. അപ്പോൾ ഇത് തോക്ക് വാങ്ങുന്നതിന് മുൻപ് ഇവർ ഏത് തരക്കാരാണ്, ഇവർക്ക് ഏതെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ, ഇത്തരം കാര്യങ്ങൾ സ്വാഭാവികമായി പരിശോധിക്കേണ്ടതാണ്. പക്ഷേ അത് ചില സംസ്ഥാനങ്ങളിൽ അതിൽ കാർക്കശ്യക്കുറവൊക്കെ ഉണ്ട്. അപ്പോൾ അത് ചിലർക്ക് ഇത്തരം സാധനങ്ങൾ കിട്ടാനായിട്ടുള്ള സംഗതികൾ എളുപ്പമാക്കുന്നുണ്ട്. ഇനി മൊത്തം ഏതാണ്ട് 393 ദശലക്ഷം ആയുധങ്ങളാണ് അമേരിക്കക്കാർ മൊത്തം വാങ്ങിക്കൂട്ടിയിരിക്കുന്നത്. ഇതും കണക്കുകൾ കൃത്യമല്ല. അതിൻ്റെ കാരണം ഈ അമേരിക്കയിൽ മൊത്തത്തിൽ ഒരു നിയമമില്ല. അതായത് ഒരാൾ ഒന്നിൽ കൂടുതൽ തോക്ക് വാങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് ഇത്രയും ഭീമമായൊരു കണക്ക് വരുന്നത്. മാത്രമല്ല, 2020 അവർ തയ്യാറാക്കിയ കണക്ക് പ്രകാരം ഏതാണ്ട് അമേരിക്കൻ പൗരന്മാരിലൊരു 32% പേർ ആയുധങ്ങൾ സൂക്ഷിക്കുന്നവരാണ്. മാത്രമല്ല 44% വീടുകളിലും തോക്കുണ്ട്. ഇനി എന്തുകൊണ്ട് ഈ കുട്ടികൾ ഈ സ്കൂളുകളിൽ വെടിവെപ്പ് നടത്തുന്നു എന്നുള്ളതിൻ്റെ ഉത്തരം ഇത്രയേ ഉള്ളൂ. കാര്യം അവരുടെ മാതാപിതാക്കളുടെ കയ്യിൽ തോക്കുണ്ട്. അപ്പോൾ ഈ കുട്ടികൾ അത് കൈവശപ്പെടുത്തുന്നു, അല്ലെങ്കിൽ അത് മോഷ്ടിക്കുന്നു. എന്നിട്ട് വിരോധം തീർക്കാനായിട്ട് ആ ആയുധങ്ങളെടുത്ത് പ്രയോഗിക്കുന്നു. പിന്നെ ഒരു സംഗതി, ഈ ഭീകരവാദ പ്രവർത്തനങ്ങൾ അവർക്ക് ആയുധങ്ങൾ കിട്ടാൻ കുറച്ചുകൂടി എളുപ്പമാണ് ഇങ്ങനെ നോക്കുമ്പോൾ. അപ്പോൾ എന്തെങ്കിലും വിദ്വേഷമുള്ളവർ, വിരോധമുള്ളവർ, പിന്നെ അടിസ്ഥാനപരമായി അമേരിക്കയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നതിന് ആയുധങ്ങൾ ഉള്ളത് മാത്രമല്ല, വലിയ രീതിയിലുള്ള ദാരിദ്ര്യം, അതായത് ഡിസ്ക്രിമിനേഷൻ വളരെ കൂടുതലാണ്. അതിസമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള അന്തരം വളരെ വലുതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫ്രസ്ട്രേഷൻ ഉണ്ടാകും. ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ അതിന് കൃത്യം മലയാളം, നമുക്ക് വല്ലാത്ത നിരാശാബോധം, അപകർഷതാബോധം ഇതൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് ഉണ്ടാകുമ്പോൾ കൃത്യമായി അത് പ്രകടിപ്പിക്കാൻ അല്ലെങ്കിൽ വിരോധം തീർക്കാൻ അല്ലെങ്കിൽ നമ്മൾ ഒരാളോടുള്ള വിദ്വേഷം തീർക്കാൻ ഒന്നെങ്കിൽ അയാളെ കായികമായി ആക്രമിക്കുക അല്ലെങ്കിൽ ആയുധം കൊണ്ട് ആക്രമിക്കുക. അപ്പോൾ എളുപ്പം കിട്ടുന്ന ആയുധം എന്ന നിലയിൽ തോക്കാണ്. ഒറ്റ എളുപ്പത്തിന് കാര്യം സാധിക്കും. എന്നിട്ട് ഈ സംഭവം ചെയ്യുന്നവരിലേറെയും ആ ആയുധം കൊണ്ട് തന്നെ സ്വയം ജീവൻ എടുക്കുന്നതായിട്ടാണ് ഏറിയ പങ്കും വാർത്തകൾ വന്നത്. ഇപ്പോൾ ഈ കേസിലും ഈ ആയുധധാരിയായിട്ട് വന്ന ഷെയ്ൻ തുമാറ എന്ന് പറയുന്ന ഈ കക്ഷിയും സ്വയം വെടിയേറ്റ് മരിച്ച നിലയിലാണ് പോലീസ് കണ്ടെത്തിയതെന്നാണ് പറയുന്നത്. പക്ഷേ വെടിയേറ്റിരിക്കുന്നത് നെഞ്ചത്താണ്. അപ്പോൾ നെഞ്ചത്തോട്ട് തന്നെ ഇയാൾ വെടിയുതിർക്കുമോ എന്നുള്ള കാര്യം സംശയമാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഇയാളുടെ വാഹനം പരിശോധിച്ചപ്പോൾ, അതായത് പോലീസിന് ഞെട്ടിക്കുന്ന കുറേ സംഗതികൾ കിട്ടിയെന്ന് പറഞ്ഞല്ലോ. ആ വാഹനത്തിൽ വേറെ തോക്കുണ്ടായിരുന്നു, അതും ഫുൾ ലോഡഡാണ്. പിന്നെ തോക്കിൻ്റെ തിരകളുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി എടുത്തുകൊണ്ട് വന്ന് ഇയാൾ ആക്രമണം നടത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ ഈ 4 എന്ന് പറയുന്നതിൽ നിൽക്കില്ല. അതെ, ശരിയാ. ഇപ്പൊ ന്യൂസിലാൻഡിൽ മുമ്പ് ഒരു സംഭവം ഉണ്ടായല്ലോ, ഒരു പള്ളിയിൽ കടന്ന് ചെന്ന് തുരിതരാവെടി. അപ്പൊ അത്തരത്തിൽ എന്തെങ്കിലും, അതായത് മാനസിക നില കൈമോശം വന്നവർക്ക് പിന്നെ കാണുന്നവരെല്ലാം ശത്രുക്കളാണ്. എല്ലാവരോടുമുള്ള പകയും വിദ്വേഷം തീർക്കാൻ അവർ കണ്ടെത്തുന്ന എളുപ്പമാർഗം ഒരു തോക്കെടുക്കുക, വെടിവെക്കുക, എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്ന് തൃപ്തിയായെന്ന് കാണുമ്പോൾ സ്വയം വെടിവെച്ച് ജീവൻ എടുക്കുക.